കുറച്ച് കൂതറ ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് എങ്ങനെയെങ്കിലും ഇവറ്റകൾക്കൊക്കെ ഒന്ന് വൈറലാവണം. വൈറലാവുന്നതിന് വേണ്ടിയിട്ട് എന്ത് പരാക്രമം വേണേലും കാണിച്ചു വെക്കും. ആരുടെ മുന്നിലും ഏത് കോപ്രായങ്ങൾ കാണിച്ചു വെക്കാനും ഇതിനൊന്നും നാണവും ഇല്ല മാനവും ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇവനെ ഒന്ന് നിയന്ത്രിക്കാൻ പോലും വീട്ടിലുള്ള ആരും ഇല്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. പിന്നെ ഈ പറയുന്ന അലൻ ജോസിന്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഒപ്പം തുള്ളുന്ന ആ ഒരു പെണ്ണുപിള്ളയുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഇവൾക്കൊക്കെ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാതിരിക്കാനായിട്ട് നിവർത്തിയില്ല. എന്തൊരു വേഷമാണ് ഈ ഒരു സ്ത്രീയുടേത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചധികം ആളുകൾക്ക് കുരു പൊട്ടും. നിനക്ക് എന്താടി മുതുക്കി തള്ളേ, നിനക്കെന്താ ഈ ആ ഒരു പെണ്ണിന്റെ വേഷത്തിന് എന്താണ് കുറവ് എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉപയോഗവും ഇല്ലാത്ത കുറച്ച് അധികം വാഴകളും ഉള്ള ഒരു സമൂഹത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ വളരെയധികം ലജ്ജാവഹമാണ്. ആ ഒരു പെണ്ണുപിള്ളയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിനെ കാണുമ്പോൾ തന്നെ അറിയാം റീൽസിന് വേണ്ടിയിട്ട് എന്ത് കോപ്രായങ്ങളും കാണിക്കും. പിന്നെ വീട്ടിലൊന്നും ഇതൊക്കെ കുറച്ചധികം പെൺപിള്ളേര് വീട്ടിലൊന്നും ആരും പറഞ്ഞാൽ കേൾക്കാണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു നാടാണ് ഇപ്പോൾ കേരളം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ അവര് സമ്പാദിക്കുന്നു, അവരുടെ ഇഷ്ടം. പാരന്റ്സിന് പോലും ചോദ്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇന്നത്തെ കാലത്തുള്ള എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ പോലും കുറച്ച് അധികം പെൺകുട്ടികളും അത്തരക്കാർ തന്നെയാണ്. കാരണം മാതാപിതാക്കൾ വെറും നോക്കുകുത്തികളായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. കാരണം മക്കൾ അവരുടെ ഇഷ്ടങ്ങളും അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളും എല്ലാം അവരാണ് നോക്കുന്നത്. എന്നാൽ പണം ചെലവാക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും പാരന്റ്സ് വേണം.